എന്റെ വീടിന്റെ തറക്കല്ലിടൽ നാളെയാണ് എന്റെ തറക്കല്ലിടൽ. ആ പാവപ്പെട്ട ചെക്കനെ പറ്റിച്ച് നീ 10 ലക്ഷത്തിന്റെ കാശ് നീ മേടിച്ചെടുത്തല്ലടാ. ആരാ കള്ളനാരാ? ഞാനെങ്ങനെ കള്ളൻ? നീ ആ ചെക്കനെ ചതിച്ചല്ലടാ. ചതിച്ചെങ്ങനെ? അവന്റെ ടിക്കറ്റ് ഞാൻ മേടിച്ചില്ല, പിന്നെ ഞാൻ എങ്ങനെ ചതിക്കുന്നത്? എടോ ഇത് പോലീസ് അറിഞ്ഞ കേസാവും. പോലീസ് അറിഞ്ഞല്ലേ കേസാവുള്ളൂ. പോലീസിനോട് ഞാൻ പറയുമല്ല അങ്ങനെ കേസാവില്ല. എന്റെ ടിക്കറ്റാണ്, എന്റെ കല്ലിക്കുന്ന ടിക്കറ്റാണ്. പോലീസ് കേസെടുക്കാൻ പറ്റില്ല. ഉറപ്പാണ്. 40 രൂപ എനിക്ക് ആ ടിക്കറ്റ് തന്നേ. 40 രൂപ എനിക്ക് ആ ടിക്കറ്റ് തന്നെ. ഓട്ടെ 500 രൂപ ടിക്കറ്റ് തരില്ല. ചേട്ടാ ഇല്ല, ടിക്കറ്റ് തരില്ല. തരില്ല. നമ്മ 2 രൂപ പറഞ്ഞാൽ മതി. 10,000 രൂപ എത്ര തരില്ല? ടിക്കറ്റ് തരില്ല. അങ്ങനെ പോടുന്നു. അല്ല അങ്ങനെ പറയലോടോ ചേട്ടാ. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ ചൂടാവണ സ്വഭാവം മാത്രമേ ഉള്ളൂ. ആളൊരു ശുദ്ധനാണ്, പാവപ്പെട്ടവനാണ്. എന്തൊക്കെ എന്നെ അനുനയിപ്പിച്ചാലും ഞാൻ തരുന്ന പ്രശ്നമില്ല എന്റെ പൊന്ന് മോനെ. വീട് പണി നടക്കണേ. ആയിക്കോട്ടെ, ഞാൻ തോന്നും. അപ്പൊ കാശിന് കുറച്ച് അത്യാവശ്യമുണ്ട്. കാശ് ഒപ്പിക്കണം. അപ്പൊ ഞാൻ അതിനു വേണ്ടി ഓടി നടക്കുമ്പോഴാണ് എന്റെ മുമ്പിൽ ഈ സാധനം വന്ന് പെട്ടത്. ഈ ടിക്കറ്റ് നീ പ്രതീക്ഷിച്ച് നിൽക്കട്ടെ മോനെ. ചേട്ടാ വീട് പണിക്ക് വേണ്ടി ചിട്ടി പിടിച്ച ഒരു 5 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ചേട്ടനെ ഞാനത് അങ്ങോട്ട് ഇട്ട് തരും. ലിക്വിഡ് ക്യാഷ് ആയിട്ട് ചേട്ടനെ ഞാൻ അങ്ങോട്ട് തരും. അയച്ചു തരും അങ്ങോട്ട്. ചേട്ടനെ ആ ടിക്കറ്റ് എനിക്ക് തരും. ചേട്ടന്റെ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്പർ 38 48 56 68. ഇത് നടക്കൂല കേട്ടത്. കാരണം അങ്ങനെ എനിക്ക് നഷ്ടം. ബാങ്ക് ഏതാണെന്ന് പറഞ്ഞ? ബാങ്ക് ഓഫ് ഇന്ത്യ. 5 ലക്ഷം രൂപ വന്നാ നോക്കിയേ. വന്നല്ല? വന്നിട്ടുണ്ട്. 1 2 3. താൻ്റെ എണ്ണി നോക്കണത് ഈ 5 ലക്ഷത്തിന് എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കിയതാ. 1 2 3 5000 രൂപ ഉള്ളൂ. 5000 ഉള്ളൂ. എടാ എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കണോ? 1 2 3 4 50,000. എടാ എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കണോ? 1 2 3 4 5 പൂജ്യല്ലേ? 5 ലക്ഷം. അങ്ങനെ പോലെ എന്ത് ടിക്കറ്റ് തന്നിട്ട് പോ. മറന്നുപോയി. അത് കൊള്ളാം. നിന്റെ പെരേഡ് താമസത്തിന് അഡ്വാൻസ് ആയിട്ട് ഞാൻ തന്ന 5 ലക്ഷം രൂപ. ഓക്കെ, വീട് പണി നടക്കട്ടെ. ഈ ചാല് കഴിഞ്ഞാലേ നാളെയാണ് ടിക്കറ്റ് ഇടണം.